തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ പാടില്ല. സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇതിൽ രാഹുലിന്റെ വിയോജനക്കുറിപ്പിന്റെ ചുരുക്കം എന്തൊക്കെയാണ്? ഏതൊക്കെ വിഷയത്തിലാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്? വിജയകുമാർ, ഇന്നലെ വൈകിട്ട് ഇത് സംബന്ധിച്ച യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചേർന്ന യോഗത്തിൽ തന്നെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയതാണ്. അതിൽ തന്നെ വിയോജിപ്പ് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നത്. പിന്നാലെ തന്നെ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം നൽകിയ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ പാടില്ലെന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. അംബേദ്കറുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും ആ ഉത്തരവാദിത്തവുമായി താൻ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വോട്ടർമാരുടെ ആശങ്കകൾ അത് കൂടുതൽ വഷളാക്കുകയാണ് മോദി സർക്കാർ എന്നും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സുപ്രീം കോടതിയുടെ കേസ്, അത് സുപ്രീം കോടതി നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെ ഈ തിടുക്കപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം ചേർന്നതും ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ലെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ യോഗത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിയോജനക്കുറിപ്പ് കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ഇക്കാര്യത്തിൽ ഇന്നലത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിയോജിപ്പുകൾ അത് ജനങ്ങൾക്ക് ചർച്ചകൾക്ക് വിധേയമാക്കാൻ വേണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓഫീസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് വിനീത VG നൽകിയത്. നാളെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയേൽക്കും. നാളെ തന്നെ ഇക്കാര്യത്തിലുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നു.